കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ വെയിലുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് വീഡിയോ വരുന്നതൊക്കെ അറിയണില്ല. ബുറാക്ക് സംഘം ഇപ്പോൾ ഉഹുദിലാണുള്ളത്. ഈ കാണുന്ന മലയാണ് ഉഹുദ് മല എന്നുള്ളത്. ഏകദേശം 7 കിലോമീറ്ററോളം നീളമുണ്ട്, പിന്നെ ഒരു 4 കിലോമീറ്ററോളം പിന്നെ വീതിയുമുണ്ട്. ഇതാണ് ഉഹുദ് മല, സ്വർഗത്തിലെ മലയാണ്. മുത്തനബി തങ്ങൾ ഉഹുദ് മലയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു വരെ ചൊല്ലണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മലയാണ്. ഈ കാണുന്ന മല ഉണ്ടല്ലോ, ആളുകൾ നിൽക്കുന്നത് കാണുന്നത്, ഇതാണ് ജബലുർ റുമാത്ത് മല. അതിൻ്റെ മുകളിലായിരുന്നു അമ്പെയ്ത്തുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർത്തിയിരുന്നത്. ഇനി ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബറൊക്കെ ഉള്ള കെട്ട് അവിടെ ഉണ്ട്. അവിടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ബുറാക്ക് സംഘം പോയി സിയാറത്ത് ചെയ്യട്ടോ. അൽഹംദുലില്ലാഹ്, ഏകദേശം ആളുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ പ്രായം ചെന്ന ആൾക്കാർ ഇങ്ങനെ നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബസ്സിൽ ഇരുന്നിട്ടുമുണ്ട്. ഉഹുദ് ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഇവിടെ എത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ കേട്ടോ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ശുഹദാക്കളിൽ, ഉഹുദ് ശുഹദാക്കളിൽ നിന്ന് പ്രധാനികളുടെ ഖബറാണ് ഈ കാണുന്നത് കേട്ടോ. ഈ കെട്ടിൽ ആരുണ്ട്? ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു സമയത്തുള്ള മലവെള്ളപ്പാച്ചിൽ അതൊക്കെ ഒഴുകിയിരുന്നു. പിന്നീട് അത് പുതുതായിട്ട് ഇവിടെ മറവ് ചെയ്യപ്പെട്ടതാണ്. അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഉഹുദ് ശുഹദാക്കൾ ഉള്ളതിൽ ഹംസ റളിയല്ലാഹു അടക്കമുള്ള ശുഹദാക്കൾ കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ബാക്കിൽ ഉഹുദ് മലയും കാണുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ഇരുത്തിയ ഗുഹയിലേക്കാണ് നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ കയറുന്നത്. ഇവിടുന്ന് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി ഇരുത്തിയ മറ്റൊരു സ്ഥലമുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് കേട്ടോ, പെട്ടെന്ന് നീ വിട്ടു പോരുത്, ഇവിടെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ ഉഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറിവ് കെട്ടിക്കൊടുത്തിരുന്ന മസ്ജിദുൽ ഫസഹ്, അതായത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ പുൽപ്പായെ പിന്നെ വെണ്ണീറാക്കിയിട്ട് അത് വെച്ച് കൊടുത്ത് മുത്തനബി തങ്ങളുടെ മുറിവൊക്കെ വെച്ച് കെട്ടി കൊടുത്ത സ്ഥലമാണ്. മസ്ജിദുൽ ഫസഹ് എന്നാണ് അതിന് പേര് പറയാം. അതിനൊരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. ബദരീങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കെ മറ്റുള്ള ആളുകൾ ഇരുന്നു. അപ്പോൾ ബദരീങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി, നിങ്ങൾ എന്താണ് വിശാലത ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്ജിദുൽ ഫസഹ് എന്നും ഇതിന് പേര് പറയുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് സൂം ചെയ്ത് കണ്ടി ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ആയിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ടുപോയി ഇരുത്തിയത്. അവിടെ നിന്നായിരുന്നു പിന്നീട് റസൂൽ തങ്ങൾ ഉഹുദ് യുദ്ധം നിയന്ത്രിച്ചിരുന്നത്. ഇതൊക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ ഖുറാൻ പ്രസ്സിലേക്ക് പോവാണ് കേട്ടോ. ഖുറാൻ പ്രസ്സിലേക്ക് പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ബുറാക്ക് സംഘം ഖുറാൻ പ്രസ്സിലേക്ക് കയറി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് ഖുറാൻ പ്രസ് കേട്ടോ. ഖുറാൻ പ്രസ് ഇതാണ് കാണുന്നത്. മുസാഫ് അടിക്കുന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. മുസാഫ് അടിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ബുറാക്ക് സംഘം ഇപ്പോൾ ഖുറാൻ പ്രസ്സിൽ നിന്ന് മുസാഫൊക്കെ കിട്ടി റാഹത്തോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അൽഹംദുലില്ലാഹ്, സന്തോഷമായിട്ട് വരുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും കുഞ്ഞു മുസാഫാണ്. ഒക്കെ പ്രായം കുറഞ്ഞ ആൾക്കാരായതുകൊണ്ടേ
ചെറിയ മുസാഫാണ് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. വരി. നബി തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരുടെ പേരക്കുട്ടിയുടെ പേരാണ് ഫാത്തിമ. അവരുടെ വീടാണ് താമസിച്ച. അതെ അതെ അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു മകളുണ്ട് ഫാത്തിമ. അതായത് മുത്തനബി തങ്ങളുടെ മോള് ഫാത്തിമ. ആ ഫാത്തിമ എന്നവരുടെ മോള് പിന്നെ മകനായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഒരു മോളുണ്ടായിരുന്നു. അതാണ് ഫാത്തിമ. നേരെ അപ്പുറത്ത് കാണുന്നത്, നേരെ അപ്പുറത്താണ് അവര് ഉപയോഗിച്ച കിണർ. അതിനാണ് എന്ത് പറഞ്ഞത്? മദീനത്തെ മാഉ സംസം. മദീനത്തെ സംസം എന്ന പേരിൽ അറിയപ്പെട്ട കിണറാണ്. മക്കത്തെ ആൾക്കാർ സംസം കൊണ്ടുപോലെ മദീനക്കാർ ഈ കിണറിന് വെള്ളം കൊണ്ടേനി. എന്നാൽ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങന്മാരുടെ കുടുംബം ഉപയോഗിച്ച കിണറാണത്. കണ്ടില്ലേ? ചെറിയ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിന്റെ പേര് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളിൽ ഒരാൾ. അവരുടെ മകനാണ് ഉർവ റളിയല്ലാഹു അൻഹു. അവർ സ്വഹാബിയല്ല, അവർ താബിയാണ്. അവർ പഠിച്ചതും വളർന്നതൊക്കെ ആയിഷ റളിയല്ലാഹു തആലാന്റെ അടുത്താണ്. ആയിഷ റളിയല്ലാഹു തആലാന്റെ അടുത്ത് പഠിച്ചുകൊണ്ട് തന്നെ മദീനയിലെ മുദരിസായി, മദീനത്തെ മന്ത്രിയായപ്പോൾ താമസിച്ച കൊട്ടാരത്തിന്റെ പേര് ഖുസൂർ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. നമ്മൾ ഇവിടുന്ന് കാണാം. ഒറ്റ നമ്മൾ ഇടതുവശത്ത് എടുത്തോട്ട് നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുടെ വീട്. പേരക്കുട്ടിയുടെ പേര് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. മാറ്റം ഉണ്ടാവും. മക്കളൊക്കെ താമസിച്ചിട്ടേ ഇത് പൊളിഞ്ഞ് ഇട്ടുണ്ട്. അതൊന്ന് നന്നാക്കി എടുക്കുന്നത്, നിർത്തിയെടുക്കുന്നത്. അതായത് ഇത് ഒന്ന് നിർത്തിയെടുത്ത സാധനം ഇതവിടെ നന്നാക്കി എടുത്ത ഒരു കെട്ടിടം കണ്ടാ. ആരെ വീട്? അബൂബക്കർ സിദ്ദീഖ് അള്ളാഹിന്റെ പേരക്കുട്ടിയുടെ വീട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ പേരക്കുട്ടി. വലിയ മോളാണ് അസ്മാ റളിയല്ലാഹു അൻഹ, ചെറിയ മകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അസ്മാ റളിയല്ലാഹു അൻഹയുടെ ചെറിയ മകൻ സ്വഹാബി. എല്ലാവരും നബിതങ്ങൾ കണ്ടിട്ടില്ല, സ്വഹാബത്തിന് കണ്ടവരാണ്. താബി. ഈ കൊട്ടാരത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ വിരുന്നിനൊന്നപ്പോ നല്ല ഭക്ഷണം ഉമി കളഞ്ഞ തൗട് മലന്റെ അടുത്ത് വെച്ചാണ്. മൂന്നാമത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സ്വഹാബിയോട് ചോദിച്ചു, മായിസിനിക്ക് വല്ല അസ്വസ്ഥതയുണ്ടോ? സ്വഹാബി പറഞ്ഞില്ല നബി, അസ്വസ്ഥത ഒന്നുമില്ല. എന്നാൽ മായിസ് റളിയല്ലാഹു അൻഹു കള്ള് കുടിച്ചിട്ടാണ് പറയുന്നത്. കള്ള് ഹറാമാക്കുന്നതിന് മുമ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബീർ വറസ് റസൂലുള്ളാഹി തങ്ങളുടെ ജനാസ കുളിപ്പിക്കപ്പെട്ട കിണറ്റിലെ വെള്ളം കുടിക്കാനും കിണർ കാണുവാനും മുത്തനബി തങ്ങൾ പറഞ്ഞു. ഇത് സ്വർഗത്തിലെ വെള്ളമാണെന്ന് മുത്തനബി തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട കിണർ കാണാൻ, അതുപോലെ തന്നെ റസൂൽ തങ്ങൾ ഒതുകൊടുത്ത ബാക്കി വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. മുത്തനബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കിണറായിരുന്നു. അതിലേക്കാണ് നമ്മൾ ബുറാക്ക് സംഘം ഇപ്പോൾ വരി നിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അവർ വെള്ളം നല്ലോണം കുടിക്കും. പിന്നെ കൊണ്ടുപോകാൻ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരാം, അത്രേ പറ്റുള്ളൂ. നമ്മുടെ ബുറാക്ക് സംഘം ബീർ ഹൗസിൻ്റെ ഉള്ളിൽ കയറിട്ടോ. മുമ്പത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ ഇവിടെ പിന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണം, എന്നിട്ട് അതിനനുസരിച്ച് കയറാൻ പറ്റുള്ളൂ. വെള്ളം പുറത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അവിടുന്ന് പള്ളടച്ച് കുടിക്കുക. ആ കുടിച്ച ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് കൊണ്ടുപോകുകയും ചെയ്യുക കേട്ടോ. അത്രേ പറ്റുള്ളൂ. നമ്മളെ ബുറാക്ക് സംഘം സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ ഈത്തപ്പഴ തോട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. രാത്രി സമയമായി പോയി ഇവിടെ എത്തിയത്. രാത്രി സമയമായി പോയി എത്തിയത് അറിയാം. എന്നാ പോന്നോളെ. ഇപ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിൻ്റെ തോട്ടം കണ്ടിട്ട് തിരിച്ച് പോരുകയാണ് കേട്ടോ നമ്മൾ ബുറാക്ക് സംഘം. രാത്രി സമയത്തായി വന്നത്, പകൽ വരേണ്ടതായിരുന്നു. സമയം ലേറ്റായി പോയി. കുറഞ്ഞ സമയമുള്ളല്ലോ മദീനയിൽ കിട്ടുന്നുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖന്തഖ് മലൻ്റെ ഏറ്റവും മുകളിലാട്ടെ നമ്മളെ കുട്ടികൾ. കുറച്ച് ആൾക്കാരെ കയറിയിട്ടുള്ളൂ. കാരണം ഒന്നാമത് രാത്രിയാണ്, ബാങ്ക് കൊടുക്കണ്ടേ, സംസാരിക്കാൻ പറ്റൂല.
അസ്സലാമു അലൈക്കും. ഈ കാണുന്ന റോസ് റൗണ്ട് ഇട്ട സ്ഥലം, ഇത് ഖന്തഖ് മലയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന സമയത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാല് പതിഞ്ഞ സ്ഥലമാണ്. ഈ കാണുന്ന റോസ് റൗണ്ട് ഇട്ട് കേട്ടോ. ഇതൊക്കെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അവസാന നാൾ വരുമ്പോൾ ദജ്ജാൽ ഇറങ്ങുന്നൊരു മലയുണ്ട്, ജുർഫ് മല എന്നാണ് പറയുക. ആ മലയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ വന്നിട്ട് അവൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബുറാക്ക് സംഘം അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ബുറാക്ക് സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹു തആല തൗഫീഖ് തന്നാൽ മറ്റൊരു സമയത്ത് അവർ വരും. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ബുറാക്ക് സംഘം അവസാനത്തെ ഒരു സലാം പറച്ചിലിൻ്റെ കൂടെ എല്ലാം കഴിഞ്ഞ് ഒരല്പസമയം നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളി എന്ന് പറയാൻ വേണ്ടി അവസരം കൊടുത്തിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലഗേജിന് കാത്തുക കേട്ടോ. ലഗേജിന് കാത്തുക്കുകയാണ് നമ്മളെ ബുറാക്ക് സംഘം കേട്ടോ. പണ്ടേ മദീനയെ പാടി ഞാനിന്ന് പേരിൽ ഹബീബിൻ്റെ ഖാദിമ. അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലേൽ ഞാനെന്ത് മാദിഹ. എന്നും മുഹിബിൻ്റെ മുന്നിൽ മദ്ഹെത്ര പാടി ഞാനിന്നെന്ത് ജോറിലായി. ഒന്നും നേതാവിൻ്റെ ചാരെ വന്നില്ലേൽ നാളെ എന്താകുമ്പേ